നീ എന്തിനാണ് അവന്റെ അടുത്ത് പറഞ്ഞത് ഫോൺ സ്പീക്കർ മോഡിൽ ഇട്ടിരിക്കുകയാണെന്ന്? ഒരാൾ ഫോൺ ചെയ്യുമ്പോ അയാൾ അറിയാതെ അത് മറ്റൊരാൾ കേൾക്കുന്നത് തറ പരിപാടി ആയതുകൊണ്ട്. ഞാനാണോ അത് അവനാണോടി തറ പരിപാടി കാണിച്ചത്? അമ്മ ഇത്ര ചീപ്പായിട്ട് പെരുമാറാനും സംസാരിക്കാനും അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. നീ ആരാടി എന്നെ വിധിക്കാൻ? അവനുണ്ടല്ലോ ആ പന്നി, ഇപ്പൊ നിന്നെ വിളിച്ചാ തെണ്ടി, നാറി, ചെറ്റ. അവൻ എന്റെ കുറ്റം പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ സ്പീക്കർ മോഡിൽ ഇട്ടത്. ഇപ്പൊ അമ്മ വിളിച്ച ആ ഓമന പേരൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും തറ വേലയല്ലേ അമ്മ കാണിച്ചത്. ഞാൻ ഫോൺ ചെയ്യുമ്പോ രഹസ്യം ചോർത്ത നിൽക്കുന്ന പോലെ പുറകെ നിൽക്കുക. ഇങ്ങനെ ചെയ്യുന്ന രണ്ടുപേരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്നമ്മ, അടുത്തത് അമ്മയുടെ അമ്മ. ചുമ്മാതല്ലടി ഫോൺ കോളിന് പുറകെ നിൽക്കുന്നത്. നീ പ്രായം തികഞ്ഞ പെൺകുട്ടിയാ. നിന്നെ ആരൊക്കെ വിളിക്കുന്നു, എന്തൊക്കെ പറയുന്നു എന്നൊക്കെ കേൾക്കാനുള്ള അവകാശം എനിക്കുണ്ട്. നിനക്കൊരു പിഴ പറ്റിയാ തിരുത്തേണ്ടത് ഞാനാ. എനിക്ക് പിഴ പറ്റാതിരിക്കാൻ വേണ്ടിയാണോ അമ്മ ഇപ്പൊ ഫോൺ സ്പീക്കർ മോഡിലിട്ട് ഒളിഞ്ഞു നിന്ന് കേട്ടത്? എടീ, നിങ്ങളുടെ അഭ്യാസമൊന്നും എന്റെ അടുത്ത് ചെലവാവത്തില്ല. പെങ്ങള് ഫോൺ വിളിച്ച് ആങ്ങളയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നെ പൊട്ടിയാക്കാൻ. ഞാൻ ആരാ മോള്? എടീ, അവന് നിന്റെ അടുത്ത് സംസാരിക്കേണ്ട കാര്യം എന്താടി? എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞില്ലേ? അമ്മയ്ക്ക് അറിയാത്ത ആളൊന്നും അല്ലല്ലോ. ഇവിടെ ഫാമിലി ആയിട്ട് വരികയും എന്നെ കല്യാണം ആലോചിക്കുകയും ചെയ്തിട്ടുള്ളതല്ലേ? അങ്ങനെ പല തട്ടിപ്പും പലരും നടത്തും. അതൊക്കെ ജെനുവിൻ കേസാണോന്ന് ഇതുവരെ അന്വേഷിച്ചു ആരെങ്കിലും? നിനക്കൊരുത്തം പല്ലളിച്ച് കാണിച്ചാ അത് ധാരാളം മതിയായിരിക്കും. പക്ഷെ കല്യാണം ഉറപ്പിക്കുക പോലും ചെയ്യുന്നതിന് മുൻപുള്ള ഈ സൊള്ളലും സൊറപറച്ചിലൊന്നും ഇവിടെ വേണ്ട. ഈ വീട്ടിൽ അത് നടപ്പില്ല. അമ്മ ഇങ്ങനെ മനുഷ്യരെ വിലയിടിച്ച് താഴ്ത്തി സംസാരിക്കല്ലേ. അവരൊക്കെ അന്തസ്സുള്ള മനുഷ്യരാ. പിന്നെ അന്തസ്. 18 വയസ്സ് പോലും തികയാത്ത പെണ്ണിന്റെ പിറകെ കെട്ടണം കെട്ടണമെന്നും പറഞ്ഞ് നടക്കുന്നതല്ലേ അന്തസ്. ഞാൻ അവനൊരു വില ഇട്ടിട്ടുണ്ട്. റോഡെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടിയുടെ വില. ചെന്ന് വാതില് തുറക്ക്. നീ ചെന്ന് തുറക്ക്. നിനക്ക് തുറന്നാൽ എന്താ? അതാ ഞാനും ചോദിക്കുന്നത്. നിനക്ക് തുറന്നാൽ എന്താ? എനിക്ക് മനസ്സില്ല. എനിക്ക് അത്രയും പോലും മനസ്സില്ല. കൊല്ലുന്നുണ്ട ഞാൻ. സൂര്യ, ചെന്ന് വാതിൽ തുറക്കടി. ഇവന് തുറന്നാൽ എന്താ? നീയല്ലേ മൂത്തവള്. അപ്പൊ ഞാൻ പറയുന്നത് ഇളയവൻ അനുസരിക്കണം. എന്നാ ഞാൻ പറയുന്നു, നീ ചെന്ന് വാതിൽ തുറക്കാൻ. മൂത്തവര് പറയുന്നത് അനുസരിച്ച് കാണിച്ചു കൊടുക്ക്. അല്ലെങ്കിലും എനിക്കറിയാം അമ്മ എപ്പോഴും ഇവന്റെ സൈഡാ. എന്നിട്ട് തരം കിട്ടുമ്പോഴെല്ലാം അവൻ അമ്മയെ കുറ്റം പറയുകയും ചെയ്യും. പറയുന്നത് അനുസരിക്കടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഹായ് സൂര്യമോളെ. ഹായ് സരിക ചേച്ചി. ആഹാ, അപ്പൂസേ. അവളെന്നോട് വഴക്കിട്ടിരിക്കുക. അതാ മുഖം മുറിപ്പിച്ചോണ്ട് പോയേ. കേറി വാ. നിന്റെ ചേച്ചിക്കുട്ടി എവിടെ? ഞാൻ ഇപ്പൊ വിളിക്കാമേ. ചേച്ചിക്കുട്ടി, ചേച്ചിക്കുട്ടി, മോളെ ജാനകി. ടീച്ചർ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കുറച്ച് ബിസിയാ. വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇവിടെ ജാനക്കുട്ടി എല്ലാത്തിനും A+ വാങ്ങി പാസ്സായെന്നറിഞ്ഞു. അതിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. എല്ലാത്തിനും A+ വാങ്ങി എല്ലാവർക്കും നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഉദ്ദേശമില്ല.
പിന്നെ ജാനിക്ക് മാത്രം എന്താ പ്രത്യേകത?